നെക്സ്റ്റ് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ പറയുന്നത് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ്. അതായത് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഇല്ലേ, അതായത് കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, അതിനുള്ള ടാസ്കും ടെക്നിക്സും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, ടാസ്ക് ആൻഡ് ടെക്നിക്സ് ദാറ്റ് ലീഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഈസ് കോൾഡ് വാട്ട്, റിക്വയർമെൻറ്റ്സ് engineering. Okay. From a software process perspective, requirements engineering is a major software engineering action that begins during communication activity and continues into the modeling activity. Okay. നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു കസ്റ്റമറുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, അതിൽ നിന്ന് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ് കസ്റ്റമർക്ക് വേണ്ടത്, അതൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്യും. ദെൻ അതെന്താണ്, അത് നമ്മളുടെ ആ ഒരു എൻഡ് വരെ അത് ഉണ്ടാവും ചെയ്യും. ആ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി അഡാപ്റ്റഡ് ടു ദി നീഡ് ഓഫ് ദി പ്രോസസ്, ദി പ്രൊജക്റ്റ്, ദി പ്രൊഡക്റ്റ് ആൻഡ് ദി പീപ്പിൾ ഡൂയിങ് ദി വർക്ക്. ഓക്കെ, റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ബിൽഡ് എ ബ്രിഡ്ജ് ടു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അതും നമുക്കറിയാം. ഈ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ്, അതായത് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, ഒരു മോഡൽ ഡിസൈൻ ചെയ്യാനും പിന്നെ അതിൻ്റെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ നടത്താനും. ഓക്കെ, റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രൊവൈഡ്സ് ദി അപ്രോപ്രിയേറ്റ് മെക്കാനിസം ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദി കസ്റ്റമർ വാണ്ട്സ്. ഓക്കെ അല്ലേ, അപ്പം റിക്വയർമെൻറ്റ്സ്, നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ആ ഒരു ഇതിൽ കൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കസ്റ്റമറിൻ്റെ നീഡ്. ഓക്കെ, അനലൈസിങ് ദി നീഡ്. ഓക്കെ, ദെൻ അത് അനലൈസ് ചെയ്യുക. ആസസിങ് ഫീസിബിലിറ്റി. ഓക്കെ, ആസസിങ് ഫീസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് കോസ്റ്റ്ലി, നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവോ, അല്ലെങ്കിൽ കസ്റ്റമറിനിപ്പം പറയുകയാണ് അവർക്കിപ്പോൾ ഒരു 1 lakh അതിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എക്സീഡ് ഇപ്പോൾ 2 lakh 3 lakh ആയി പോയാൽ പ്രോബ്ലം അല്ലേ. അതാണ് എക്കണോമിക് ഫീസിബിലിറ്റി. അപ്പം കോസ്റ്റ് അവരുടെ ആ ഒരു ഇതിൽ നിൽക്കുമോ, ഓക്കെ, അല്ലാതെ ഭയങ്കര ഹൈറ്റ്ലി ഇതിലേക്ക് പോവോ, അതാണ് ആസസിങ് ഫീസിബിലിറ്റി. ഓക്കെ, അതേപോലെ ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഓക്കെ, നെഗോഷിയേഷൻ എ റീസണബിൾ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇപ്പം ഒരു പ്രൊജക്റ്റ് ആവുന്ന സമയത്ത് അതിൽ കുറേ ആൾക്കാർ വരൂലേ. ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മളുടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മാനേജേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, മാർക്കറ്റിംഗ് പീപ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കമ്പനി അങ്ങനെ ആ ഒരു പൊസിഷനിലിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഡെവലപ്പേഴ്സും ഓക്കെ അനലിസ്റ്റുകളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പറയുമ്പം അതിൽ പല പ്രശ്നങ്ങൾ വരും, ആംബിഗ്വിറ്റി വരും, ചില തർക്കങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനും ഒക്കെ ഇത് ആവശ്യമാണ് ഈ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ആംബിഗ്വിറ്റി കളയുക, ഓക്കെ, അതിനൊക്കെ ഈ റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. negotiating a reasonable solution, specifying the solution unambiguity, validating the specification, okay, and managing the requirements as they are transformed into operational system. It encompasses 7 distinct tasks. എന്തൊക്കെയാണ്? ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ, ഇലാബറേഷൻ, നെഗോഷിയേഷൻ, സ്പെസിഫിക്കേഷൻ, വാലിഡേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ഇൻസെപ്ഷൻ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്? 7 ടാസ്ക്കാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഇൻസെപ്ഷൻ, എലിസിറ്റേഷൻ, ഇലാബറേഷൻ, നെഗോഷിയേഷൻ, സ്പെസിഫിക്കേഷൻ, വാലിഡേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്?
In general, most projects begin when a business need is identified or a potential new market or service is discovered. Stakeholders from the business community define a business case for the idea, try to identify breadth and depth of the market, do a rough feasibility analysis, and identify a work description of the project scope. മനസ്സിലായോ? ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മോസ്റ്റ് പ്രൊജക്ട്സ് ബിഗിൻ വിത്ത് ബിസിനസ് നീഡാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഓക്കെ, അതാണ് പറയുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ നീഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കറൻറ്റ്ലി അതിൻ്റെ നീഡ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഓക്കെ, then stakeholders from the business community define a business case for the idea, trying to identify breadth and depth of the market. Okay, മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ആ ഒരു മാർക്കറ്റ് ആദ്യം അറിയണം. ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, അതാണ് ഡു എ റഫ് ഫീസിബിലിറ്റി അനാലിസിസ്. ഒരു ഫീസിബിലിറ്റി അനാലിസിസ് നടത്തും. ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റ് എത്ര കോസ്റ്റിൽ നിൽക്കും, ടെക്നിക്കലി ഫീസിബിളാണോ, എന്തൊക്കെ റിസോഴ്സ് ആവശ്യമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഐഡൻറ്റിഫൈ വർക്കിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രൊജക്റ്റ് സ്കോപ്പ്. At project inception, you establish basic understanding of the problem, the people who want a solution. Okay, അതും ഇതിൽ നിന്ന് ഈ ഇൻസെപ്ഷൻ വഴി മനസ്സിലാക്കും. അപ്പോൾ എന്താണ് പ്രോബ്ലം മീൻസ്? ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിൽ നിന്ന് എന്താണ് വെറൈറ്റി വേണ്ടത്, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അതാണ് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രോബ്ലം. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ പ്രൊജക്റ്റ് എന്തായിരിക്കണം അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പീപ്പിൾ ഹു വാണ്ട് എ സൊല്യൂഷൻ. ആർക്കൊക്കെയാണ് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ അത് യൂസ് ചെയ്യും, അതാണ് ദി പീപ്പിൾ ഹു വാണ്ട് എ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് യൂസ് ചെയ്യണോ, പിന്നെ എന്താണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യണോ, മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ ദി നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസയേർഡ് ആൻഡ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് പ്രിലിമിനറി കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ബിറ്റ്വീൻ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദി സോഫ്റ്റ്വെയർ ടീം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദി അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ടീം. ഓക്കെ, നെക്സ്റ്റ് എലിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആ ഒരു പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അത് കൊണ്ടുവരിക, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആസ്ക് ദി കസ്റ്റമർ വാട്ട് ദി ഒബ്ജക്റ്റീവ് ഫോർ ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ് ആർ, വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ്, ഹൗ ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ് ഫിറ്റ് ഇൻ ടു ദി നീഡ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ആ ഒരു സിസ്റ്റം, ഈ സിസ്റ്റം എന്തായിരിക്കണം. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ഫോർ ദി സിസ്റ്റം. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കണം ആ ഒരു പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്. ഓക്കെ, ഹൗ ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ് ഫിറ്റ് ഇൻ ടു ദി നീഡ്സ് ഓഫ് ദി ബിസിനസ്. Okay, and finally how the system or product is to be used on a day-to-day basis. Okay, എങ്ങനെയാണ് ഈ സിസ്റ്റം ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്ന നമ്പർ ഓഫ് പ്രോബ്ലംസ് ദാറ്റ് എൻകൗണ്ടേഴ്സ് ആസ് എലിസിറ്റേഷൻ ഒക്കേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് പ്രോബ്ലം ഓഫ് സ്കോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈഫ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ്, അതായത് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ബൗണ്ടറി, ദി ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം ഈസ് ഇൽ ഡിഫൈൻഡ് ഓർ ദി കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സ് സ്പെസിഫൈ അൺനെസസറി ടെക്നിക്കൽ ഡീറ്റെയിൽ ദാറ്റ് മേ കൺഫ്യൂസ് റാദർ ദാൻ ക്ലാരിഫൈ ഓവറോൾ സിസ്റ്റം ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പം എന്താണ് ഈ യൂസേഴ്സിൻ്റെയും ഇപ്പോൾ എന്താണ് ദി ബൗണ്ടറി ഓഫ് ദി സിസ്റ്റമിൽ ഡിഫൈൻഡ് ഓർ ദി കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സ് സ്പെസിഫൈ അൺനെസസറിലി technical detail that may confuse rather than clarify overall system objectives. Okay,
അപ്പം ഈ അൺനെസസറി ആയിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് സിസ്റ്റം ഒബ്ജക്റ്റീവ്സിന് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഒരു അല്ലെങ്കിൽ ക്ലാരിറ്റീനെ അത് ബാധിക്കും. ഓക്കെ. ദെൻ പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി കസ്റ്റമർ യൂസേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ ഓഫ് വാട്ട് ഈസ് നീഡഡ്. ഓക്കെ, കസ്റ്റമേഴ്സിന് ശരിക്കും അറിയില്ല ഓക്കെ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നതും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്ന ആൾക്കാർ അതെന്താക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന രീതിക്കായിരിക്കില്ല നമ്മളുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദി കസ്റ്റമേഴ്സ് യൂസേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ ഓഫ് വാട്ട് ഈസ് നീഡഡ്, ഹാവ് എ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദി കമ്പ്യൂട്ടിംഗ് environment, don't have a full understanding of the problem domain, have trouble communicating, needs to be system integer, or omit information that is then believed to be obvious. അടുത്തത് പ്രോബ്ലം ഓഫ് വോളറ്റിലിറ്റി. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ഓവർ ടൈം. Okay, to help overcome these problems, you must approach requirements gathering in an organizing manner. Okay, അതാണ് പ്രോബ്ലം ഓഫ് വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു അപ്രോച്ച് വേണം. എന്താണ്, റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്ങിന്. ഓക്കെ, നെക്സ്റ്റ് ഇലാബറേഷൻ. ഇലാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ഫ്രം ദി കസ്റ്റമർ ഡ്യൂറിങ് ഇൻസെപ്ഷൻ ആൻഡ് എലിസിറ്റേഷൻ ഈസ് എക്സ്പാൻഡഡ് ആൻഡ് റിഫൈൻഡ് യൂസിങ് ഇലാബറേഷൻ. Okay, this task focuses on developing a refined requirements model that is identify various aspects of software function, behavior and information. Okay, അതായത് നമ്മളിപ്പോൾ ഇലാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻസെപ്ഷൻ കഴിഞ്ഞു, അതിനുശേഷം എന്താണ് നമ്മൾ എലിസിറ്റേഷൻ ചെയ്തു. ഓക്കെ, അതിന് വെച്ചിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു മോഡലിൽ എന്താണ് മെയിനായിട്ടുള്ള എന്തൊക്കെ സോഫ്റ്റ്വെയർ ഫങ്ഷൻസ് ആണ്, എങ്ങനെയാണ് ഈ സിസ്റ്റം ബിഹേവിയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഇൻഫോർമേഷൻസൊക്കെ എടുക്കും. ഓക്കെ, അതാണ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? Elaboration is driven by the creation and refinement of user scenarios that describe how the end user will interact with the system. Okay, അതാണ് എലാബറേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മോഡൽ ഉണ്ടാക്കി, ആ മോഡൽ കണ്ടാൽ അറിയാം ഈ എങ്ങനെയാണ് ഈ ഒരു യൂസർ എന്ത് ചെയ്യുന്നത്, സിസ്റ്റവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ ഏതൊക്കെ ക്ലാസ്സുകൾ വേണം, അതിലെ അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അതിൽ തമ്മിലുള്ള എന്താണ് അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ് കൊടുക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? അതാണ് ഇലാബറേഷൻ ഈസ് ഡ്രിവൺ ബൈ ക്രിയേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് യൂസർ സീനറീസ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ദി എൻഡ് യൂസർ വിൽ ഇൻട്രാക്ട് വിത്ത് ദി സിസ്റ്റം. ഓക്കെ, ഈച്ച് യൂസർ സീനറിയോ ഈസ് പാസ്ഡ് ടു എക്സ്ട്രാക്ട് അനാലിസിസ് classes, business domain entities that are visible to the end user. The attributes of each analysis class are defined and services that are required by each class are identified. Services means എന്തൊക്കെ functions ആണ്. Okay, the relationship and collaboration between classes are identified. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ്, പർച്ചേസ് ID ഉണ്ടായിരിക്കും, ഏത് നെയിം, അത് പ്രൊഡക്റ്റ് നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്റ്റോക്കിലും എന്താണ്, സ്റ്റോക്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എത്രയുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ അത് തമ്മിലുള്ള ഈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും മനസ്സിലായോ? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പം ഇത് പർച്ചേസ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്, ക്ലാസ് പർച്ചേസ്. ഓക്കെ, അതിൽ ID ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും അല്ലേ, ID ഇൻറ്റിജർ ID, പിന്നെന്താണ് സ്ട്രിങ് നെയിം. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും, സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ PID അതായത് പർച്ചേസ് ID, ദെൻ
പി നെയിം, പർച്ചേസ് ചെയ്ത ആ പ്രൊഡക്റ്റിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് വേണം അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റോക്കാണ്, അപ്പം ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സിലേക്ക് ഡേറ്റ പോകണം. ഓക്കെ, ഈ ക്ലാസ്സിൽ നിന്നായിരിക്കും ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ആവുന്നത്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ആവുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റാബേസിൽ നിന്ന് ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്കായിരിക്കും എന്ത് വരിക, ഈ ഒരു പ്രൊഡക്റ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ വേണം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ആൻഡ് എ വെറൈറ്റി ഓഫ് സപ്ലിമെൻ്ററി ഡയഗ്രാംസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലാബറേഷൻ. അപ്പോൾ നമ്മൾ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചു, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി, മോഡലിൽ ക്ലാസ്സുകളും അതിൻ്റെ യൂസർ ഇൻ്റർഫേസൊക്കെ അതിൽ വരും. ഓക്കെ, അപ്പം ആ ഒരു മോഡലിൽ ഇപ്പോൾ പർച്ചേസ്, അപ്പോൾ അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും. ഓക്കെ, അതിൻ്റെ ക്ലാസ് ഇതാണ്. ഓക്കെ, ഇപ്പം സ്റ്റോക്കിലേക്ക് എങ്ങനെ പോകുന്നു. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രാം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇനിയിപ്പം പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റേഷനൊക്കെ വരുന്ന സമയത്ത് DFD, ഡേറ്റ ഫ്ലോ ഡയഗ്രാം, UML അതിൻ്റെ ഒരു പാർട്ട് UML ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് UML ആണ് DFDനെക്കാട്ടും. കാരണം UML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്സ് കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പം യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഊപ്സ് കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈനാണ് എന്ത്, UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് UML ആണ്. ഈ സിസ്റ്റത്തിൻ്റെ ഫ്ലോ ഒക്കെ നമ്മൾ പറയും ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും, സിസ്റ്റത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, ഇപ്പം നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂസേഴ്സ്. ഓക്കെ, പലതരത്തിലുള്ള യൂസേഴ്സ് ഉണ്ടായിരിക്കും. അതായത് പ്രൊജക്റ്റ് മാനേജർ വരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അങ്ങനെ കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പം ഓരോരുത്തരും അവരുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയും. അപ്പോൾ അവിടെ ആംബിഗിറ്റി വരാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ചില ആ റിക്വയർമെൻറ്റ് വേണ്ട, ഈ റിക്വയർമെൻറ്റ് വേണം, അങ്ങനത്തെ കുറേ തർക്കങ്ങളൊക്കെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വൽ ഫോർ കസ്റ്റമേഴ്സ് ടു ഗിവ് ലിമിറ്റഡ് ബിസിനസ് റിസോഴ്സസ്. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റീവ്ലി കോമൺ ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സ് ടു പ്രൊപ്പോസ് കൺഫ്ലിക്റ്റിംഗ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ആർഗ്യൂയിങ് ദാറ്റ് ദെയർ വേർഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അവർ സ്പെഷ്യൽ needs. You have to reconcile these conflicts through a process of negotiation. Okay, customer, users and other stakeholders are asked to rank requirements and then discuss conflicts. Okay, അപ്പോൾ പിന്നെ ഓരോരുത്തർ അപ്പോൾ റിക്വയർമെൻറ്റ്സ് പറയും, അത് എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയും. ഓക്കെ, അതാണ് റാങ്ക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ അതാണ് പറയുന്നത്. Using iterative approach that prioritize requirements, assess their cost and risk and address internal conflicts. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റും അതിൽ വരുന്ന റിസ്ക്കും എല്ലാം നമ്മൾ പറയും. ഓക്കെ, requirements are eliminated, combined and or modified so that each party achieves some measure of satisfaction. ഓക്കെ, ഇപ്പം പറ്റാത്ത റിക്വയർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. ഓക്കെ, മീൻസ് എല്ലാവരുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ആ രീതിയിൽ പോവും. നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, specification means different things to different people. Specification can be a written document. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, അപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗ്രാഫിക്കൽ മോഡൽസ്. ഓക്കെ, ഇപ്പം ഗ്രാഫിക്കൽ മോഡൽസ് ആവാം, ഡയഗ്രാംസ് ആവാം. ഓക്കെ, ഫോർമൽ മാത്തമാറ്റിക്കൽ മോഡൽ ആവാം, എ കളക്ഷൻ ഓഫ് യൂസേജ് സീനിയറീസ്, പ്രോട്ടോടൈപ്പ് ഓർ എനി കോമ്പിനേഷൻ ഓഫ് ദിസ്. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലോ ഒരു വർക്കിംഗ് മോഡൽ. ഓക്കെ, ഒരു വർക്കിംഗ് മോഡൽ
ഉണ്ടാക്കിയിട്ട് യൂസറിന് കാണിച്ചു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളുടെ UML, DFT അങ്ങനത്തെ പോലത്തെ ഡയഗ്രാംസ് ആയിരിക്കാം. ഓക്കെ, അതൊക്കെയാണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഓക്കെ, ഇപ്പം ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഫ്ലോവും കാര്യങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, പ്രത്യേകിച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓക്കെ ആവുന്ന സമയത്ത്. പിന്നെ പ്രോട്ടോടൈപ്പ് മോഡലൊക്കെ ആണെങ്കിൽ സം സജസ്റ്റ് ദാറ്റ് എ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ഷുഡ് ബി ഡെവലപ്പ് ആൻഡ് യൂസ്ഡ് ഫോർ സ്പെസിഫിക്കേഷൻ, ആർഗ്യൂയിങ് ദാറ്റ് this leads to requirements that are presented in consistent and therefore more understandable manner. ഓക്കെ, അപ്പം കസ്റ്റമേഴ്സിന് ഈ ഒരു മോഡൽ നോക്കുമ്പം മനസ്സിലാവും എന്താണ് അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇതിലുണ്ടോ. അപ്പോൾ അവർക്ക് മോർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി കിട്ടും എന്നുള്ളൊരു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടും. Okay, for large systems, a written document combining natural language description and graphical models may be the best approach. Next, establishing the groundwork. എന്താണ് establishing the groundwork എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ stakeholders and software engineers work together on the same team. Okay, in such cases requirements engineering is simply a matter of conducting meaningful conversation with the colleagues who are well known members of the team എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു ടീം വർക്കായിട്ട് അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു ടീം വർക്കായിട്ട് അല്ലേ പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ തല്ലുപിടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഈഗോ പ്രശ്നം. ഓക്കെ, അവൻ പറഞ്ഞ റിക്വയർമെൻറ്റ് എടുത്തു, ഞാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് എടുത്തു, അങ്ങനത്തെ ഈഗോ പ്രശ്നൻസ് ഒക്കെ വരാം ഇതിൽ. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻട്രാക്ഷനിൽ റിക്വയർമെൻറ്റ്സ് പറയുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഐഡൻറ്റിഫൈങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടായിരിക്കണം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിനും നമ്മളെല്ലാവരും ഡെവലപ്പേഴ്സും എല്ലാവരും ചേർന്നാണ്. ഓക്കെ, stakeholders is anyone who behind in direct or indirect way from the system which is being developed. അപ്പോൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ദി യൂഷ്വൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പറേറ്റേഴ്സ്, മാനേജേഴ്സ്, പ്രൊഡക്റ്റ് മാനേജേഴ്സ്, മാർക്കറ്റിംഗ് പീപ്പിൾ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, കൺസൾട്ടൻസ്, പ്രൊഡക്റ്റ് എഞ്ചിനീയേഴ്സ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, അങ്ങനെ ആരും ആവാം. ഓക്കെ, ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഹാസ് എ ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ദി സിസ്റ്റം. Okay, achieves different benefits when the system is successfully developed and is open to different risk if the development effort should fail. Okay, നെക്സ്റ്റ് റെക്കഗ്നൈസിങ് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ്. അത് നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പം പലരിടത്തുനിന്നും പലർക്കും പല വ്യൂ ആണ് ഉണ്ടായിരിക്കുക. ബിക്കോസ് മെനി ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സിസ്റ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കുറേ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം വിൽ ബി എക്സ്പ്ലോർഡ് ഫ്രം മെനി ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ഓക്കെ, ഈച്ച് ഓഫ് ദിസ് constituents will contribute information to the requirements engineering process. As information from multiple viewpoints is collected, emerging requirements may be inconsistent or may conflict with each other. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. അപ്പം കുറേ പേര് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് വൺ അനദർ. ഓക്കെ, യു ഷുഡ് കാറ്റഗറൈസ് ഓൾ. അപ്പം നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം എന്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻഫോർമേഷൻ ഇൻ എ വേ ദാറ്റ് will allow decision makers to choose an internally consistent set of requirements for the system. ഓക്കെ, അപ്പം പലർക്കും പല വ്യൂ പോയിൻ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ എന്താണ് പല കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആംബിഗ്വിറ്റി വരാം. അപ്പോൾ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ എന്താണ് ആ റിക്വയർമെൻറ്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് എന്താണ്
ഒഴിവാക്കേണ്ടത്. ഓക്കെ, അതൊക്കെയാണ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, ഇൻഫോർമേഷൻസ്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്, ഇൻറ്റേർണലി കൺസിസ്റ്റൻറ്റ് ആവും. ഓക്കെ, ആൻഡ് ഇൻറ്റേർണലി കൺസിസ്റ്റൻറ്റ് സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഫോർ ദി സിസ്റ്റം. ഓക്കെ, ദെൻ വർക്കിംഗ് ടുവേർഡ്സ് കൊളാബറേഷൻ. അതെന്താണ്, if 5 stakeholders are involved in software project, you may have 5 different opinions about the proper set of requirements. Customer must collaborate among themselves and with software engineering practitioners if a successful system is to result. മനസ്സിലായല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ കൊളാബറേറ്റ് ചെയ്തിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്തിട്ട് വർക്ക് ചെയ്യണം. കാരണം എന്താണ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, കുറേ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ദി ജോബ് ഓഫ് റിക്വയർമെൻറ്റ് എഞ്ചിനീയർ ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് കോമൺ. അതാണ് അപ്പോൾ എന്താണ് ഒരു റിക്വയർമെൻറ്റ് എഞ്ചിനീയറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എവിടെയാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള സംഭവങ്ങളുള്ളത്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഏരിയാസ് ഓഫ് കൺഫ്ലിക്റ്റ് ഓർ ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം വരുന്നത്, എവിടെയാണ് കൺഫ്ലിക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി എവിടെയാണ്, അത് കറക്റ്റായിട്ട് എവിടെ. അപ്പോൾ ഇവർ എല്ലാവരുടെയും വ്യൂ പറയുന്ന സമയത്ത് അവിടെ ഒരു കോമൺ സംഭവം ഉണ്ടാവുമല്ലോ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഇവർ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് എന്താണ്, ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഇൻകൺസിസ്റ്റൻസി, അത് ഐഡൻറ്റിഫൈ ചെയ്യാം. കൊളാബറേഷൻ ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് റിക്വയർമെൻറ്റ്സ് ആർ ഡിഫൈൻഡ് ബൈ കമ്മിറ്റി. ഇൻ മെനി കേസസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊളാബറേറ്റ്സ് ബൈ പ്രൊവൈഡിംഗ് ദെയർ വ്യൂ ഓഫ് റിക്വയർമെൻറ്റ്സ്, ബട്ട് എ സ്ട്രോങ് പ്രൊജക്റ്റ് champion may make the final decision about which requirements make the cut. ഓക്കെ, അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും എന്താണ് അവരുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും, പക്ഷേ ഇതിലൊരു മെയിനായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. ഓക്കെ, അയാൾ എന്താണ്, അയാൾ അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു ആളുണ്ടായിരിക്കും. ഓക്കെ, റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയർ. അപ്പോൾ അവർക്ക് അവരാണ് ഫൈനൽ ഡിസിഷൻ എന്താണ് ഇവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അവിടെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, ആസ്കിങ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് അറ്റ് ദി inception of the project should be contextually. The first set of contextual questions focus on the customer and the stakeholders, the overall project goal and benefits. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. എന്താണ് ആസ്കിങ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ബേസിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഗോൾ, ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഏത് എൻവിറോൺമെൻറ്റിലാണിത് യൂസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്, ഹു ഈസ് ബിഹൈൻഡ് ദി റിക്വസ്റ്റ് ഫോർ ദിസ് വർക്ക്. ഓക്കെ, അതാണ് ആർക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൂ വിൽ യൂസ് ദി സൊല്യൂഷൻ, അതായത് ആരായിരിക്കും എൻഡ് യൂസേഴ്സ്, അതായത് ആരൊക്കെയാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്നത്. ഹൂ വിൽ ബി ദി എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് എ സക്സസ്ഫുൾ സൊല്യൂഷൻ, ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, if there another source for the solution that you need. Okay, then these questions help to identify all stakeholders who will have interest in software to build. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. Okay, in addition the question identify the measurable benefits of successful implementation and possible alternative to custom software development. Okay, next set of question. Okay, and then how would you categorize good output that would be generated by successful solution? Okay, what problems will this solution address? എന്തൊക്കെ സൊല്യൂഷൻ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അതായത് കസ്റ്റമർ ബേസിലാണ്. ഓക്കെ, അതാണ് പറയുന്നത്. എന്താണ് ഹൗ വുഡ് യു കാറ്റഗറൈസ് ഗുഡ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ക്യാൻ യു ഷോ മീ ഓർ ഡിസ്ക്രൈബ് ദി ബിസിനസ് എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ദി സൊല്യൂഷൻ വിൽ ബി യൂസ്ഡ്. ഓക്കെ, ഏത് എൻവിറോൺമെൻറ്റിലാണ്
ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. വിൽ സ്പെഷ്യൽ പെർഫോമൻസ് ഇഷ്യൂ ഓർ കൺസ്ട്രെയിൻസ് അഫക്ട് ദി വേ ദി സൊല്യൂഷൻ ഈസ് അപ്രോച്ച്ഡ്. ഓക്കെ, അതൊക്കെയാണ് വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി ഫൈനൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. ഓക്കെ, ആർ യു ദി റൈറ്റ് പേഴ്സൺ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, നിങ്ങൾ ശരിക്കും അതായത് റൈറ്റ് പേഴ്സൺ ആണോ? ആർ യു ആൻസേഴ്സ് ഒഫീഷ്യൽ? ഓക്കെ, ആർ യു ക്വസ്റ്റ്യൻ റെലവൻറ്റ് ടു ദി പ്രോബ്ലം ദാറ്റ് യു ഹാവ്? ഓക്കെ, then am I asking too many questions? അങ്ങനത്തെ സംഭവം.